ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാൻ ഭരണകൂടവുമായി ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഇറാൻ തള്ളുകയും റഷ്യയും ചൈനയും ഇറാന് പിന്തുണയുമായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മധ്യേഷ്യയെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കാരണമൊരുക്കിക്കൊണ്ട് ഇന്നലെ വൈകിട്ട് യമനിലെ ഹൂത്തികൾക്കെതിരെ അമേരിക്ക ശക്തമായ ആക്രമണമാണ് നടത്തിയത്. യമനിലെ വ്യോമ നാവിക ആക്രമണങ്ങൾ ഹൂത്തികളുടെ റഡാറുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവയെ ആക്രമിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആക്രമണം ചെങ്കടലിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലായ ഹാരിസ് എസ് ട്രൂമാനെയും ഇസ്രയേലിലെ ടെൽ അവീവിനെയും ആക്രമിക്കാൻ ഹൂത്തികളെ പ്രേരിപ്പിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ഈ ആക്രമണം ദിവസങ്ങളോളം, ഒരുപക്ഷെ ആഴ്ചകളോളം നീണ്ടു നിൽക്കും എന്നാണ് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സിനോട് പറഞ്ഞത്. യമനിൽ US നടത്തിയ ഈ ആക്രമണങ്ങളിൽ 23-ലധികം പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യമനെതിരായ ആക്രമണത്തെക്കുറിച്ച് അമേരിക്ക ഇസ്രായേലിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നാണ് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറയുന്നത്. യമനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ ഒരു വൈദ്യുത ഇൻസ്റ്റാളേഷൻ ഏരിയ മുഴുവൻ തകർന്നതായും അതിൻ്റെ ഫലമായി നഗരത്തിൽ മുഴുവനായി തന്നെ വൈദ്യുതി തടസ്സപ്പെട്ടതായും ഹൂത്തി TV ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം ട്രംപ് തൻ്റെ ട്രൂത്ത് അക്കൗണ്ടിൽ എഴുതിയത്, യമനിലെ ഹൂത്തി ഭീകരർക്കെതിരായ നിർണായകവും ശക്തവുമായ സൈനിക നടപടി ആരംഭിക്കാൻ ഇന്ന് ഞാൻ അമേരിക്കൻ സൈന്യത്തോട് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ്. തന്നെയുമല്ല, ഈ ഹൂത്തികളുടെ ഭീഷണി കൈകാര്യം ചെയ്യുന്നതിൽ മുൻ പ്രസിഡന്റായ ജോ ബൈഡൻ പരാജയപ്പെട്ടതായിട്ടും ഈ ട്രംപ് തൻ്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ കുറിപ്പിൽ ട്രംപ് തൻ്റെ വിഷമങ്ങൾ കൂടി പറഞ്ഞ് അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായത്. ഇറാൻ ധനസഹായത്തോടെ ഹൂത്തി ഗുണ്ടകൾ US വിമാനങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടുകയും നമ്മുടെ സൈനികരെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിടുകയും ചെയ്തു. ഈ നിരന്തര ആക്രമണങ്ങൾ US-നും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട്. തന്നെയുമല്ല, നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൂത്തികളുടെ ഈ ഗുണ്ടായുസം അവസാനിപ്പിക്കാതെ തരമില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അവർ ഗതികെട്ടിട്ട് യാതൊരു രക്ഷയുമില്ലാതാണ് ഇപ്പോൾ ഈ ഹൂത്തികളെ ആക്രമിക്കുന്നത് എന്നാണ് ട്രംപ് പരിദേവനപ്പെടുന്നത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തികളുടെ നിരന്തര ആക്രമണം അനുവദിക്കില്ല എന്ന് ട്രംപ് താക്കീത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം നേടുന്നവരെ ഞങ്ങൾ അതിശക്തമായി, മാരകമായി ആക്രമണങ്ങൾ നടത്തും എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നായ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം ഹൂത്തികൾ ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ആഗോള വാണിജ്യത്തിൻ്റെ വിശാലമായ ഭാഗങ്ങൾ സ്തംഭിപ്പിച്ച, അന്താരാഷ്ട്ര വ്യാപാരവും വാണിജ്യവും ആശ്രയിക്കുന്ന നാവിഗേഷൻ ആക്രമിച്ചുകൊണ്ട് ഹൂത്തികൾ ഇപ്പോൾ അഴിഞ്ഞാടുന്നു എന്നാണ് ഈ ട്രംപ് പറയുന്നത്. അമേരിക്കൻ ഷിപ്പിങ്ങും വ്യോമ നാവിക ആസ്തികൾ സംരക്ഷിക്കുന്നതിനും നാവിഗേഷൻ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഞങ്ങളുടെ ധീരമായ യുദ്ധപോരാളികൾ ഇപ്പോൾ തീവ്രവാദികളുടെ താവളങ്ങളിലും വ്യോമാക്രമണം നടത്തുകയാണ് എന്നാണ് ട്രംപ് വീരവാദം മുഴക്കുന്നത്. ലോകത്തിലെ ജലപാതകളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിൽ നിന്ന് ഒരു തീവ്രവാദ ശക്തിക്കും അമേരിക്കൻ വാണിജ്യ കപ്പലുകളെ തടയാനാവില്ല എന്ന് ട്രംപ് ഇവരെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ യമനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാ ഹൂത്തി തീവ്രവാദികളുടെ നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്നാണ് ട്രംപ് ഈ ഹൂത്തികളെ ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങളുടെ ആക്രമണങ്ങൾ ഇന്നു മുതൽ നിർത്തണം. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ നിങ്ങളുടെ പേരിൽ നരകം ഞാൻ വർഷിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഇതേ നരകം ഈ ട്രംപ് ഇതിനു മുമ്പ് ഗസയിൽ വർഷിച്ചതാണ്. അങ്ങനെയൊക്കെ വലിയ വീരവാദം അടിച്ചിട്ട് ഇപ്പം ഈ ഗസയിൽ നിന്നും ട്രംപ് സ്ഥലം വിട്ടു. ഇപ്പം പുള്ളി ഗസ ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം റഷ്യയുടെ പിന്നാലെ നടന്നു. ഇറാനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരുടെ ആ അണുവായുധമൊക്കെ ഒന്ന് അടക്കി വെക്കാനുള്ള സംവിധാനം ഒപ്പിച്ചതാ എന്നൊക്കെ റഷ്യയുടെ പിന്നാലെ നടന്നിട്ട് അവിടെയും രക്ഷയില്ല. ഇയാൾ സ്ഥിരമായി ഭീഷണി ഇങ്ങനെ മുഴക്കുകയാണ്. ഇപ്പം അവസാനത്തെ ഭീഷണിയായിപ്പം ഈ ഹൂത്തികൾക്ക് നേരെ നടത്തിയിരിക്കുന്നത്. അതിനല്ല, ഈ ഹൂത്തികളെ മാത്രമല്ല, വീണ്ടും ഇറാനെയും ട്രംപ് ഈ താക്കീത് ചെയ്യുന്നുണ്ട്. ഇറാൻ ഈ ഹൂത്തികൾക്കുള്ള പിന്തുണ ഉടനടി അവസാനിപ്പിക്കണം എന്നാണ് ഈ ട്രംപ് ഇറാനോട് താക്കീത് ചെയ്തത്. പ്രസിഡൻഷ്യൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാജ്യമായ അമേരിക്കൻ ജനതയെ അല്ലെങ്കിൽ അവരുടെ പ്രസിഡന്റിനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത് എന്നാണ്
ട്രംപ് പറയുന്നത്. കാരണം ട്രംപിന് ഇപ്പോൾ വലിയ നാണക്കേടായി. കാരണം ഇയാൾ പ്രസിഡൻ്റായിട്ട് ഒരു വിലയില്ല ആർക്കും. ഇയാൾ പറഞ്ഞാലൊന്നും ആരും അനുസരിക്കുന്നില്ല. എന്നാൽ ഇയാൾ ഈ മാറ്റി മാറ്റി പറയുന്നതുകൊണ്ടായി കുഴപ്പം കേട്ടോ. അത് ട്രംപിന് തന്നെ ഇപ്പോൾ ഒരു നാണക്കേടായതുകൊണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒരു പരിപാടി ഒപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ യമനെ പോയി ആക്രമിച്ചിരിക്കുകയാണ് ഹൂത്തികളെ. ഈ ഹൂത്തികളെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ അബദ്ധം തന്നെയാണ്. വീണ്ടും ചെങ്കലിലൂടെ ഒരിക്കലും ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഈ കിടന്ന ഹൂത്തികളെ പോയിട്ട് ആക്രമിച്ചിട്ട് ഇവർ മലഞ്ചെരുവിൽ താമസിക്കുന്നവരാണ്, അവരെ എന്ത് ചെയ്യാനാണ്? അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ട്രംപ് വിചാരിക്കുന്ന ഈ ഹൂത്തികളെ ഇങ്ങനെ പോയി 2 ബോംബിട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ അവരൊക്കെ തീരും, അവർക്ക് വെള്ളവും വെളിച്ചമൊന്നുമില്ല, അതുകൊണ്ട് അവന്മാർക്ക് ഇനി ചത്തുപോകുന്നുള്ള സത്യം ഇവർക്കൊന്നും ഒരു വിഷയമല്ല. അവന്മാർ മരുഭൂമിയിരിക്കുന്നവർക്ക് ഇവർക്കല്ല ഇതുമല്ല വിഷയമാണ്. ആ ചിന്താബോധം ഒരിക്കലും ട്രംപിനില്ലാത്തതുകൊണ്ടാണ് അയാൾ ഈ സത്യത്തിൽ ഈ ഹൂത്തികളെ ആക്രമിക്കാൻ നടക്കുന്നത്. ശരിക്കും ഹൂത്തികളെ ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഹൂത്തികളുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരടങ്ങി ഒതുങ്ങി നിന്നോളും. അതിന് പകരമായിട്ട് അവരെ പ്രകോപിപ്പിക്കുകയാണ്. ഈ വിവരമില്ലാത്തവരെ പ്രകോപിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആ തിരിച്ചറിവാണ് അമേരിക്കയ്ക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഹൂത്തികളെ സഹായിക്കുന്ന ഇറാൻ അത് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവിധ ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇറാനെ ഈ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. ഇനി എന്ത് ഭവിഷ്യത്ത്? അവിടെ മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൊല്ലങ്ങൾ എത്രയായി? ഇറാന്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാണ്. അവർ ബ്ലാക്കിലൂടെയാണ് പെട്രോൾ വിറ്റും. ഇങ്ങനെയൊക്കെയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ഉപരോധം ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഇനി എന്ത് ഭവിഷ്യത്ത്? ഇനി ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്ക് കഴിയുള്ളൂ. ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഈ റഷ്യയും ചൈനയൊക്കെ ഇറാന്റെ പിന്നിൽ ഇപ്പം നിരന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതും നടക്കാതെ വന്നിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇറാനെ ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. സത്യത്തിൽ ഇവർക്കിപ്പോൾ യാതൊരു രക്ഷയില്ലാതെയാണ് ഇവരിപ്പോൾ ഈ ഹൂത്തികളെ ആക്രമിക്കാൻ തുനിഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിലൂടെ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ ചെങ്കടലിൽ കൊണ്ടിട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഇപ്പോൾ ഹൂത്തികൾ നിരന്തരമായി ആക്രമിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ആഴ്ച അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഈ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഇവർക്ക് യാതൊരു രക്ഷയില്ല. അപ്പം വീണ്ടും അവരെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. ഏതായാലും ഈ വീഡിയോ ഇവിടെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.